ഞാൻ നമ്മുടെ മറയൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വന്നിട്ട് 4 വർഷം കഴിയുന്നു. ഇത് 5ാമത്തെ വർഷമാണ്. 5ാമത്തെ വർഷമാണ്. വിജയപുരം രൂപതയിൽ സാധാരണ ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ അതാണൊരു കാലാവധി. അപ്പോൾ ഇങ്ങനെ 4 വർഷം പൂർത്തിയാക്കി 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഫൊറോന പള്ളിയാണോ? നമ്മുടെ നമ്മുടെ റോമൻ കാത്തലിക് ലാറ്റിൻ റൈറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ശരിക്കും ഈ പള്ളികളല്ല ഫൊറോന, ശരിക്കും അവിടുത്തെ ഫൊറോന വികാരി. അപ്പോൾ അത് ചിലപ്പം വലിയ പള്ളി ആയിരിക്കണമെന്നില്ല, ചെറിയ പള്ളി ആയിരിക്കാം. മിക്കവാറും ആ ഒരു പ്രദേശത്തെ ഒരു സീനിയർ, ഇപ്പോൾ ഒരു ഫൊറോനയിലെ സീനിയർ ഒരാളായിരിക്കും സാധാരണ ഈ ഫൊറോന വികാരിയായിട്ട് വരിക. അപ്പോൾ ഇതൊരു ചെറിയൊരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിവിടുത്തെ ഈ മറയൂരിലെ പ്രധാനപ്പെട്ടൊരു ദേവാലയം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിവിടുത്തെ ഫൊറോന വികാരിയാണ്. അപ്പോൾ അതിങ്ങനെ ഫൊറോന പള്ളി എന്നറിയുന്നു. അപ്പം അതനുസരിച്ച് ഏത് പള്ളിയിലാണോ അവിടുത്തെ ഫൊറോന വികാരി അല്ലെങ്കിൽ ഡീൻ എന്ന് പറയും, ഡീൻ അല്ലെങ്കിൽ ഫൊറോന വികാരി എന്ന് പറയും. അപ്പം ഏത് പള്ളിയിലാണോ അച്ഛൻ ഇരിക്കുന്നത് ആ പള്ളിയാണ് ശരിക്കും ഫൊറോന പള്ളി എന്നറിയപ്പെടുന്നത്. അതെ. അപ്പോൾ ഇവിടെ ഞാനിപ്പം ഫൊറോന വികാരി ആയതുകൊണ്ട് ഫൊറോന പള്ളി എന്നറിയപ്പെടുന്നു. നമുക്കിവിടെ ഈ ഒരു ഫൊറോനയിൽ മൊത്തം 5 പള്ളികളുണ്ട്. വിജയപുരം രൂപതയുടെ ഇങ്ങേ അറ്റത്തുള്ള, ഇവിടെ കിഴക്കേ അറ്റത്തുള്ള ഏറ്റവും അകലെയുള്ള രൂപതാ കേന്ദ്രം വിജയപുരം രൂപതയുടെ രൂപതാ കേന്ദ്രം കോട്ടയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം 5 ദേവാലയങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഈ ഒരു മറയൂർ നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്തിരിക്കുന്ന പള്ളി ഇവിടെ ഈ ഒരു മറയൂർ പള്ളിയാണ്. ഇത് എത്ര കാലത്ത് പഴക്കമുണ്ട് ഇവിടെ പള്ളിക്ക്? നമുക്ക് ശരിക്കും ഈ ഇടവക നമുക്ക് ശരിക്കും രൂപീകൃതമാകുന്നത് 1956-ലാണ്. 1956. വിജയപുരം രൂപത രൂപീകൃതമാകുന്നത് 1930-ലാണ്. 1930. അപ്പോൾ അതിന് മുമ്പ് വരെ നമ്മുടെ ഈ പ്രദേശമെല്ലാം, പ്രത്യേകിച്ച് ഇടുക്കി ജില്ല മുഴുവനും അതുപോലെ തന്നെ എറണാകുളം ജില്ല, ഈ പ്രദേശമെല്ലാം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നു 1930 വരെ. അപ്പം ഈ 1930 വിജയപുരം രൂപത രൂപീകൃതമായി. അതുപോലെ തന്നെ ഈ ഒരു ഇടവക, മറയൂർ ഇടവക ശരിക്കും ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നത് 1956-ലാണ്. 56-ലാണ്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഈ മേഖലയിലെ ഒരു പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിൻ്റെ ആദ്യത്തെ സേവനങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. ശരിക്കും നമുക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് ഹൈ റേഞ്ച്, പ്രത്യേകിച്ച് മൂന്നാർ, മറയൂർ മേഖലകളിൽ ഈ ടീ പ്ലാന്റേഷൻസ് ആരംഭിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആ ഒരു ഭാഗങ്ങളിലാണ് ഈ ടീ പ്ലാന്റേഷൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ അതോടുകൂടിയാണ് ശരിക്കും മൂന്നാർ, മറയൂർ മേഖലകളിൽ ഈ ജനവാസം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ കുടിയേറി ജോലിക്കായിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ കുറേയധികം പേര് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പാല, കോട്ടയം, ഈ പ്രദേശങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് കുടിയേറി താമസമായി. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ ഒരു മേഖലയിൽ ഒരു ജനവാസ കേന്ദ്രമായിട്ട് മാറുന്നത്. കൂടുതലും കുടിയേറി വന്നവരാണോ, കുടിയേറ്റക്കാരാണോ? മറയൂരിനെ സംബന്ധിച്ച് ശരിക്കും ഈ കുടികളിലുള്ള, ഈ മറയൂർ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലുള്ള ആ ഒരു ഊരുകാർ, അവർ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു 20-ാം നൂറ്റാണ്ടിൽ കുടിയേറി വന്നവരാണ്. അപ്പോൾ ശരിക്കും ഒരു കുടിയേറ്റ മേഖലയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ
ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ 80% വനമാണ്. ശരിക്കും ഫോറസ്റ്റാണ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള 20% സ്ഥലത്ത് മാത്രമാണ് ആളുകൾ ശരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ കൃഷി സ്ഥലം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളം സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് കുറേയധികം പേര് ഇവിടെ വന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരുണ്ട്. പ്രത്യേകിച്ച് മറയൂരിലേക്ക് നമുക്കറിയാം, ഇവിടുന്ന് മറയൂരിൽ നിന്ന് 16 കിലോമീറ്റർ പോയാൽ ചിന്നാറായി. അപ്പോൾ അത് തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്. അപ്പം ചിന്നാറ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും തമിഴ്നാടിൻ്റെ ശരിക്കുമുള്ള തനത് ഭൂപ്രദേശമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കുറേയധികം പേര് ഇങ്ങോട്ട് കുടിയേറി, പിന്നെ കേരളത്തിൽ നിന്നുള്ള ഒത്തിരി പേര് ഇങ്ങോട്ട് കുടിയേറി. അപ്പോൾ ശരിക്കും ഇതൊരു എല്ലാവർക്കും ഒരു അഭയകേന്ദ്രമാകുന്ന ഒരു സ്ഥലം പോലെയാണ് കാണുന്നത്. ശരിക്കും അങ്ങനെ പല ഒരു സംസ്കാരത്തിൻ്റെ സംയോജനം അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കൂടുതലും തമിഴ് വംശജരാണ് അവിടെ. നമുക്ക് ഈ മറയൂരിൽ ഒരു ഭൂരിഭാഗം നമുക്ക് തമിഴെന്ന് തന്നെ പറയാം. കാരണം കൂടുതൽ ഈ ഊരുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് തനതായിട്ടൊരു ഭാഷയുണ്ട്. പക്ഷെ അവർ കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് തമിഴ്നാടുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ നമുക്കൊരു ഭൂരിഭാഗം തമിഴ് വംശജരും തമിഴ് സംസാരിക്കുന്നവരുമാണ് കൂടുതലുള്ളത്. പിന്നെ ബാക്കിയുള്ളവർ നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മേഖലയുടെ ഒരു പ്രത്യേകത ശരിക്കും നമുക്ക് തമിഴ് വംശജരുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത, മറയൂരിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നമുക്ക് തമിഴ് സംസാരിക്കുന്നവരാണെങ്കിലും അവർക്ക് മലയാളം മനസ്സിലാവും. അവർ നമ്മുടെ ഈ ഒരു മലയാളം അല്ലെങ്കിൽ നമ്മുടെ ആരാധനാക്രമമൊക്കെ ആയിട്ട് വളരെ പൊരുത്തപ്പെട്ടു പോകുന്നവരാണ്. പക്ഷെ നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ മാസത്തിലൊന്ന് നമ്മൾ തമിഴ് കുർബാനയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റേഷൻ ദേവാലയമുണ്ട്. അവിടെ ശരിക്കും നമുക്ക് മിക്കവാറും ആഴ്ചകളിൽ തമിഴായിരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് തമിഴും മലയാളവും നമ്മൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇടുക്കി ജില്ലയിൽ മിക്കവാറും പ്രത്യേകിച്ച് വിജയപുരം രൂപതയിൽ ഇടുക്കി ജില്ലയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാണെങ്കിലും മിക്കവാറും തമിഴും മലയാളവും ഇങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനം, പിന്നെ അതുപോലെ തന്നെ ഇടവക ശുശ്രൂഷ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. ആ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പമാണ് സംഭവം. ഇവിടെ മറ്റ് ഏതൊക്കെ സഭാ വിഭാഗങ്ങളുണ്ട്? നമുക്കിത് ഈ മറയൂർ അല്ലെങ്കിൽ ഈ ഒരു അഞ്ചുനാട് എന്ന് പറയുന്ന പ്രദേശത്ത് എല്ലാ സഭാ വിഭാഗങ്ങളും ഉണ്ട്. നമ്മളെ ട്രഡീഷണലായിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ കാത്തലിക്ക്. പക്ഷെ നമ്മളാണ് ശരിക്കും ആദ്യമായിട്ട് ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുന്നത്. 1909 മൂന്നാർ കേന്ദ്രീകൃതമായിട്ട് ഇടവക വരുന്നത്. അപ്പോൾ അന്ന് അവിടുന്ന് ഉള്ള വൈദികർ, പ്രത്യേകിച്ച് അന്ന് സ്പാനിഷ് മിഷണറി വൈദികരായിരുന്നു, മിക്കവാറും എല്ലാവരും കർമ്മലിത്ത വൈദികരായിരുന്നു. അപ്പോൾ അവർ മാസത്തിലൊന്ന് മൂന്നാറിൽ നിന്ന് നടന്ന് മറയൂർ പോയി കാന്തല്ലൂർ വരെ. അപ്പോൾ ശരിക്കും ഈ പ്രദേശത്തെ ഏറ്റവും പഴയ ഇടവ എന്ന് പറഞ്ഞാൽ കാന്തല്ലൂരാണ് ഇടവ. ഇടവകയായിട്ട് ഔദ്യോഗികമായിട്ട് കാന്തല്ലൂർ പ്രഖ്യാപിക്കുന്നത് 1955. മറയൂർ പ്രഖ്യാപിക്കുന്നത്, ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നത് 1956. അങ്ങനെ ഒരു വർഷ വ്യത്യാസമുണ്ട്. പക്ഷേ ഏറ്റവും പഴയ ഇടവയെന്ന് ഇപ്പോഴും പറയുന്നത് കാന്തല്ലൂർ തന്നെയാണ്. അപ്പം നമ്മുടെ മിഷണറി വൈദികർ ഇതുപോലെ മൂന്നാറിൽ നിന്ന് നടന്ന്, അല്ലെങ്കിൽ ഇവിടെ ഈ പഴയ ഓർമ്മയുള്ളവർ പറയും, അവർ ചിലപ്പോൾ സൈക്കിളിൽ, എന്നിട്ടിങ്ങനെ വരുന്ന വഴിക്ക് പല വീടുകളിൽ താമസിച്ച് പല സ്ഥലങ്ങളിലായിട്ട് കുർബാന ചൊല്ലി കാന്തല്ലൂർ ചെല്ലും. പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് കുർബാന ചൊല്ലി അവർ വീണ്ടും മൂന്നാറിലേക്ക് പോകും. അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ശരിക്കും നമ്മൾ കാത്തലിക്സ് മാത്രമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം CSIക്കാർ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. ഈ ഒരു പ്രദേശത്ത് 4 CSI ദേവാലയങ്ങളുണ്ട്. ഈ മറയൂരിനോടനുബന്ധിച്ചുള്ള ഈ പ്രദേശങ്ങളിൽ 4 CSI ദേവാലയങ്ങളുണ്ട്. ഒരു മർത്തോമ ദേവാലയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ യാക്കോബ സ്വഭാവ വിഭാഗത്തിൻ്റെ ഒരു ദേവാലയമുണ്ട്. പിന്നെ അതുപോലെ എല്ലാ പെന്തക്കോസ്ത സമൂഹങ്ങളും ഇവിടെയുണ്ട്.
നമ്മുടെ ഇടവകയിലുള്ള അംഗങ്ങളുടെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളൊക്കെ എന്തൊക്കെയാണ് അവരുടെ കൃഷിയാണോ അതോ എന്തെങ്കിലും പണിയാണോ? മറയൂർ നമ്മൾ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ, ഈ ദേവാലയത്തിൽ നമുക്ക് 250 കുടുംബമുണ്ട്. 250 കുടുംബം, 780 അംഗങ്ങളുണ്ട്. 780 അംഗങ്ങൾ. അപ്പോൾ ശരിക്കും ഈ 780 അംഗങ്ങളിൽ ഭൂരിഭാഗവും സാധാരണ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. കുറേയധികം പേര് കൺസ്ട്രക്ഷൻ മേഖലകളിൽ പോകുന്നുണ്ട്, മേസന്മാരായിട്ട് അല്ലെങ്കിൽ സഹായികളായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേയധികം പേര് ഇവിടെ ഒത്തിരി കരിമ്പുന്തോട്ടമുണ്ട്, കുറേ മേഖലയിലുള്ള കരിമ്പുന്തോട്ടം. അപ്പോൾ അവിടെ സാധാരണ ജോലിക്ക് പോകുന്നവരാണ്. പിന്നെ അതിനകത്തൊരു വളരെ ചെറിയൊരു ശതമാനം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ കുറച്ച് ടീച്ചേഴ്സുണ്ട്. അപ്പം ആ രീതിയിൽ അങ്ങനെയാണ്. പിന്നെ സ്വന്തമായിട്ട് കൃഷിയുള്ള കുറച്ച് പേരാണ്, എങ്കിലും ഒരു മഹാഭൂരിപക്ഷം നമുക്ക് സാധാരണ ജോലിക്കൊക്കെ പോകുന്നവരാണ്. ആ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇടവകയുടെ ഒരു സാമൂഹിക പശ്ചാത്തലം. ഇവിടുത്തെ യാത്രാ സൗകര്യം, അതുപോലെ വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ, അതൊക്കെ എത്രത്തോളം സജീവമാണ്, ഇവിടെ എത്രത്തോളം അവൈലബിൾ ആണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മറയൂർ എന്ന് പറയുമ്പം കേരളത്തിലെ ഏറ്റവും തനിമയുള്ള ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നല്ല കാലാവസ്ഥ, നല്ല ഭൂപ്രകൃതി, നല്ല വായു, അങ്ങനെ ജീവിക്കാനായിട്ട് കൊതിക്കുന്നൊരു അന്തരീക്ഷം എവിടെയാണ്. പക്ഷേ നമ്മളിപ്പം വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് വിദ്യാഭ്യാസ മേഖല. നമ്മുടെ ഇവിടുത്തെ സ്കൂളുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് LP സ്കൂള് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്കൂളുകളും ആരംഭിച്ചത് നമ്മുടെ കത്തോലിക്ക മിഷണറിമാരാണ്, സിസ്റ്റേഴ്സാണ്. കാന്തല്ലൂരിലെ സേക്രഡ് ഹാർട്ട് ബ്രദേഴ്സ് അവർ ഹൈസ്കൂൾ ആരംഭിച്ചു. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് സെൻറ്റ് ആൻസ് കോൺഗ്രിഗേഷൻ, സെൻറ്റ് ആൻസ് തിരുച്ചിറപ്പള്ളി കോൺഗ്രിഗേഷൻ, അവർ കാന്തല്ലൂരും അതുപോലെ തന്നെ മറയൂരിലും LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള് ആരംഭിക്കുകയുണ്ടായി. ശരിക്കും ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 4-5 വർഷത്തിന് മുമ്പാണ് ശരിക്കും ഇവിടെ ഹയർ സെക്കൻഡറി ഉണ്ടാകുന്നത്. പിന്നെ ഒരു IHRD കോളേജ് ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നാമമാത്രമായിട്ടുള്ള ഉപരിപഠന സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഈ മേഖലയുടെ ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവിലാണെങ്കിലും 110 കുട്ടികൾ നമുക്ക് വേദപാഠത്തിനായിട്ടുണ്ട്. പക്ഷേ ഈ 110 കുട്ടികളിൽ 70 പേര് മാത്രമേ ഇവിടെ നമുക്ക് പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഒരു 40ഓളം പേര് അവർ പുറത്താണ് പഠിക്കുന്നത്. അവർ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല ബോർഡിങ്, നല്ല പേര് കേട്ട സ്കൂള്, അങ്ങനെ പറഞ്ഞ് പോകുന്നവരാണ് കൂടുതൽ. അപ്പോൾ ശരിക്കും ഒരു ഈ 110-ൽ 40-ലധികം കുട്ടികൾ തന്നെ പുറത്താണ്. അതൊരു വലിയൊരു ശതമാനമാണ് അത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ശരിക്കും നമുക്ക് മറയൂർ വളരെ പുറകിലാണ്. പിന്നെ നമ്മുടെ കത്തോലിക്ക സ്കൂളുകൾ, നമ്മുടെ മറയൂരിന് തൊട്ടടുത്തുള്ള സഹായഗിരി, അവിടെ അതാണ് ശരിക്കും ഈ മേഖലയിലുള്ള ആകപ്പാടെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് എന്ന് പറയുന്ന ഏക സ്കൂൾ അതാണ്. ഈ ഇതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങൾ, പേരുകേട്ട സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണേലും അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഭാഗത്തു നിന്നാണേലും ഇവിടെ ഉണ്ടാവാത്തതിൻ്റെ ഒരു കാരണം ഇവിടുത്തെ ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി. എല്ലാവരും സാധാരണ ജോലിക്ക് പോകുന്നവരാണ്. വളരെ പാവപ്പെട്ട ആൾക്കാരുടെ ഒരു ഭൂരിപക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ നിലയിലുള്ള സ്കൂളുകൾ, കോളേജുകൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ജനസാന്ദ്രതയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോളേജ് സ്ഥാപിച്ചു കഴിഞ്ഞാലും ഈ ഒരു തമിഴ്, മലയാളം 2 ഈ ബൈലിംഗ്വലിൻ്റെ ഒരു ആവശ്യം എപ്പോഴും ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളാണേലും അവിടെ നമുക്ക് തമിഴുമുണ്ട്, മലയാളമുണ്ട്. ഇവിടുത്തെ സ്കൂളുകളിൽ തമിഴ്, മലയാളമുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ആർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത്. ഈ രണ്ട് ഭാഷയും
നമുക്ക് സേവനം ചെയ്താലേ ശരിക്കും അത് ഈ പ്രദേശത്തൊരു പ്രയോജനകരമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ആണ്. പിന്നെ നമുക്ക് ഈ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തെക്കാൾ വിദ്യാഭ്യാസം പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി പഠിക്കാമെന്ന് വയ്ക്കാം, പോയി പഠിക്കാമെന്ന് വയ്ക്കാം. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഈ ആരോഗ്യ മേഖലയാണ്, ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല വളരെ പ്രധാനപ്പെട്ട ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. മറയൂർ മേഖലയിൽ നമുക്ക് മറയൂർ പഞ്ചായത്തിലൊരു പ്രാഥമിക ആശുപത്രിയുണ്ട്, അതുപോലെ തന്നെ കാന്തല്ലൂരിലും ഒരു പ്രാഥമിക ആശുപത്രിയുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും പിന്നെ നമുക്ക് റെഫറലായിട്ട് വരുന്നത് അടിമാലിയാണ്. അപ്പോൾ അടിമാലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ യാത്രയാണ്. അടിമാലിക്ക് പോകാൻ തന്നെ 80 കിലോമീറ്റർ യാത്രയാണ്. പിന്നെ നമുക്കിവിടെ ഉള്ളത് നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെ നടത്തുന്ന നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു ആശുപത്രിയുണ്ട്, സഹായഗിരി ആശുപത്രി എന്ന് പറയും. അതാണ് ശരിക്കും ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റൽ. ബാക്കി പിന്നെ ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ്, ചെറിയ ചെറിയ ക്ലിനിക്കുകൾ സ്വകാര്യമായിട്ട് നടത്തുന്ന ചെറിയ ചെറിയ ക്ലിനിക്കുകളുണ്ട്. അപ്പം ഈ ആരോഗ്യ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം എന്തെങ്കിലും ഇവിടെ ഒരു എമർജൻസി, ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം വരുന്നു, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അപ്പം അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സ കേരളത്തിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന് ഇതുപോലെ ഹാർട്ട് അറ്റാക്കുമായിട്ട് അദ്ദേഹം പോയതാണ്. പക്ഷേ അടിമാലി എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. പിന്നെ പലപ്പോഴും റോഡ് ബ്ലോക്കായി, ഈ ടൂറിസ്റ്റ് വികസിച്ചതുകൊണ്ട് ഈ റോഡ് പലപ്പോഴും ബ്ലോക്കാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് 1-2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുണ്ട്. അതെ, ലക്കം വാട്ടർഫോൾസ്, രാജമല. അപ്പം അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളിൽ ഇതിലെ രോഗിയുമായിട്ട് പോവുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അതാ പലരും പറയാറുണ്ട്, ഇപ്പോൾ ഇവിടുന്ന് ആംബുലൻസിൽ പോകുന്നവർ തിരിച്ചു വരുമ്പം പെട്ടിയിലാണ് വരുന്നതെന്ന് പറയുന്നത് ഒരു ശരിയാണ്. അത് ഈ മേഖലയുടെ ശരിക്കും ഈ ആരോഗ്യ മേഖലയുടെ ഒരു തനി ചിത്രമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു മുന്നേറ്റം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ മേഖലകളൊക്കെ ഉണ്ടോ, സഹായങ്ങൾ? നമുക്കതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം ആ ഒരു മേഖലയിൽ അങ്ങനെ ശരിക്കും ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ചർച്ച ചെയ്യപ്പെടുന്ന പോലുമില്ല. ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പോലും, പ്രത്യേകിച്ച് ആംബുലൻസ് സിസ്റ്റം പോലും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അഥവാ അതുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ഈ വഴികൾ, പ്രത്യേകിച്ച് ഈ ഒരു ഏറ്റവും കുറഞ്ഞ അടിമാലിയിലെത്തുന്ന ഒരു 80 കിലോമീറ്റർ വരെയുള്ള വഴികൾ പോലും വളരെ ചെറിയ വഴികളാണ്. ആ വഴികളിൽ പിന്നെ ഈ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ട്രാഫിക് ബ്ലോക്കുകൾ. അപ്പോൾ അങ്ങനത്തെ കുറേയധികം പ്രശ്നം ഉണ്ട് ഈ പ്രദേശത്ത്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇടവയിലാണെങ്കിലും ഈ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ അവർ വിദഗ്ധ ചികിത്സ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഇവിടുന്ന് മാറിപ്പോവാണ്. അവർ ഇടവെന്ന് അല്ലെങ്കിൽ മറയൂർ തന്നെ ഒരു വിട്ടുപോകുന്നു. എന്നിട്ട് അവർ എറണാകുളത്തോ കോട്ടയം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്നു. അങ്ങനെ ഒരുപാട് കുടിയിറക്ക പ്രശ്നങ്ങൾ ഉണ്ടോ? ഒരുപാട് പേര് പോകുന്നുണ്ടോ ഇവിടുത്തെ സൗകര്യങ്ങൾ കാരണം? ഈ ഒരു പ്രശ്നം, ഈ ആരോഗ്യ പ്രശ്നം, അതുപോലെ തന്നെ ഉപരിവിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, ഇത് രണ്ടും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നമാണ്. വളരെ ഗൗരവമായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പം നമ്മുടെ ഇടവയിൽ നിന്നാണേലും പലരും ഇതുപോലെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി, പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ നല്ല സ്കൂൾ വേണം, നല്ല കോളേജ് വേണം എന്ന് ആഗ്രഹിച്ച് ഇവിടുന്ന് ശരിക്കും മാറിപ്പോയവരുണ്ട്, ഇറങ്ങിപ്പോയവരുണ്ട്. ഒരു സമയത്ത് കുടിയേറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഈ സാധ്യതകൾ തേടിയുള്ള ഒരു കുടിയിറക്ക്, ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കുടിയിറക്ക് ഉണ്ട് ഇവിടെ. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഈ പറഞ്ഞ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള താല്പര്യം, പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ കുടുംബങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നം, ശരിക്കും ഈ വൈദ്യസഹായം, വളരെ വിദഗ്ധമായിട്ടുള്ള വൈദ്യസഹായം നിരന്തരമായിട്ട് വേണ്ടി വരുന്നവർക്ക് ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് കുറേയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേയധികം പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്.
ചില മേഖലകളിൽ നമുക്ക് ഈ പ്രദേശത്തൊരു വെല്ലുവിളിയാണ്, ശരിക്കും ഒരു വെല്ലുവിളിയാണ്. ഇവിടെ കൂടുതലും ഉള്ള ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഏരിയയിലുള്ളത്? നമ്മുടെ ഇവിടെ ഈ മറയൂർ ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് മറയൂർ ശർക്കര, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വളരെ ലോകപ്രശസ്തമായിട്ടുള്ള ചന്ദനമരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രം ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്ന ഈ മുനിയറകൾ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം ഈ മറയൂരിനെ സംബന്ധിച്ച് ഈ ശർക്കര നിർമ്മാണ കേന്ദ്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അത് രണ്ട് രീതിയിൽ ചെയ്യുന്നവരുണ്ട്. വളരെ പരമ്പരാഗതമായിട്ട് സാധാരണ രീതിയിൽ കരിമ്പുന്തോട്ടത്തിൽ വെച്ച് തന്നെ ശർക്കര ചെയ്യുന്നവരുണ്ട്. പിന്നെ കുറച്ച് പേര് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് പേര് കുറച്ചുകൂടെ വിപുലമായിട്ട് ഫാക്ടറി സെറ്റപ്പോട് കൂടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ പോകുമ്പോൾ ശരിക്കും നമുക്ക് ഈ കരിമ്പുന്തോട്ടങ്ങൾ കാണാം, അതുപോലെ ശർക്കര നിർമ്മാണം നമുക്ക് കാണാം. പിന്നെ അതുപോലെ നമ്മൾ മറയൂരിൻ്റെ ഈ ഒരു പരിസര പ്രദേശങ്ങളിൽ വനത്തോട് ചേർന്ന് ഈ ചന്ദന റിസർവ്, ചന്ദനമരത്തിൻ്റെ തോട്ടങ്ങൾ അത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറയൂരിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് പ്രത്യേകിച്ച് കാന്തല്ലൂർ പോകുന്ന വഴിക്ക് നമുക്ക് ഈ മുനിയറകൾ, നൂറ്റാണ്ടുകൾ എപ്പോഴും കൃത്യമായിട്ട് ഗണിച്ച് പറയാൻ പറ്റാത്ത പഴക്കമുള്ള മുനിയറകൾ ഈ പ്രദേശത്തുണ്ട്. അത് ഈ ഒരു പ്രദേശത്തിൻ്റെ വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പം മറയൂരിൻ്റെ പല മേഖലകളിലേക്ക് പോകുമ്പോൾ ഇത് കാണാൻ പറ്റും.